ഹലോ, എല്ലാവർക്കും നമസ്കാരം. മെഡിസിനൊക്കെ കഴിച്ച് അങ്ങനെ ക്ഷീണിച്ചിട്ടാട്ടോ ഇരിക്കുന്നത്. ഉറക്കമൊക്കെ വരുന്ന ഒരിത് ഒത്തിരി മെഡിസിനുണ്ട്. അതുകൊണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം ഒരു എന്താ പറയുക, ഒരു പഴയ കാല ഓർമ്മ വന്നു. എൻ്റെ 10ാം ക്ലാസ്സിലും മറ്റു പഠിക്കുമ്പോഴാണ് തോന്നുന്നു ഞാൻ ഒരു കഥാപ്രസംഗം എഴുതിയിരുന്നു. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിപ്പെരുന്നാളിങ്ങനെ നടക്കാനായിട്ടുണ്ട്. അപ്പം അവിടെ ഞാൻ എഴുതി എൻ്റെ മലയാള സാർ അതൊക്കെ കറക്റ്റ് ചെയ്ത് തന്നു. എനിക്കന്ന് പാടാനൊന്നും അറിയില്ല. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവൾ ഒരുവിധം നല്ലോണം പാടും. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ അവളെ കൊണ്ട് അത് അവതരിപ്പിക്കാമെന്നൊരു ചിന്താഗതി വന്നു കേട്ടോ. അപ്പോൾ കറക്റ്റൊക്കെ ആയി, അവൾ പ്രാക്ടീസൊക്കെ ചെയ്തു. ഇങ്ങനെ കഥാപ്രസംഗമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി, ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടമായി. അപ്പം അങ്ങനെ അവളിങ്ങനെ അവതരിപ്പിക്കാമെന്നൊക്കെയുള്ള പ്ലാനിങ്ങിലാണ് നിന്നു. അപ്പോഴാണ് എൻ്റെ ഒരു അടുത്ത് വേറൊരു കൂട്ടുകാരി ചോദിക്കുന്നത്, എടി നീ എഴുതിയ കഥാപ്രസംഗമല്ലേ, നിനക്കത് അവതരിപ്പിച്ചുകൂടെ? അതിൻ്റെ ക്രെഡിറ്റ് അവൾ കൊണ്ടുപോയില്ലേന്ന് ഓർത്തേ. ഞാനിത് കേട്ടപ്പോഴെന്താ അറിയാം, പടക്കത്തിന് തീ കൊടുത്തോളൂ, ഒരൊറ്റ ഓട്ടാണ്. വെച്ചിട്ട് അവളോട് പോയിട്ട് പറഞ്ഞു, അത് കുറച്ചുകൂടി കറക്റ്റ് ചെയ്യാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളത്തരം വാങ്ങിപ്പോന്നു കേട്ടോ, പറഞ്ഞിട്ട് പോന്നു. അങ്ങനെ ഞാൻ ആ കഥാപ്രസംഗമൊക്കെ പഠിച്ചു. ഞാൻ എഴുതിയതുകൊണ്ട് എനിക്ക് പഠിക്കാനും കാണാപ്പാടാക്കാനൊന്നും അതിൻ്റെ ആവശ്യം വേണ്ടി വന്നില്ല. അങ്ങനെ പള്ളിപ്പെരുന്നാൾ നോട്ടീസൊക്കെ അച്ചടിച്ചു. അയ്യോ, നോട്ടീസ് കുമാരി നിർമ്മല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഗമയായിരുന്നു നോട്ടീസിലൊക്കെ കാണുമ്പോഴേ. അപ്പം അങ്ങനെ എന്താ പറയുക, 2 മണിക്കൂറിൻ്റെ അടുത്തുള്ള ഒരു കഥാപ്രസംഗം ഞാൻ അരമണിക്കൂർ കൊണ്ട് തീർത്തു കേട്ടോ. എൻ്റെ പണി ഞാൻ വേഗം തീർത്തു. കൈയടിക്കുന്നവർ കൂവിയിട്ടൊന്നുമില്ല, ആൾക്കാർ ശ്രദ്ധയോടെ കേട്ടിരിക്കുക കഥ. അത്രയും സ്പീഡിലാണല്ലോ പറയണേ. അതുകൊണ്ട് അവർക്ക് കൂവാനെ കല്ലെറിയാനുള്ള സമയമൊന്നും ഞാൻ കൊടുത്തില്ല. അന്നൊരു സമ്മാനമൊക്കെ കിട്ടിയിട്ടോ പള്ളിയിൽ നിന്ന്. അത് വേറൊരു കാര്യം. ഇത് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരി നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുക. ഞാൻ അടുത്തിടെ അവളെ കണ്ടിരുന്നു, പക്ഷെ അന്ന് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇക്കാര്യം പറയാൻ സമയം കിട്ടിയില്ല. അപ്പം എനിക്ക് ഒത്തിരി പിന്നീട് ആലോചിച്ചപ്പോൾ ഒത്തിരി വിഷമം തോന്നി കേട്ടോ. അയ്യോ, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പോഴും ഉണ്ട് എനിക്ക് ആ കുറ്റബോധം. എൻ്റെ കൂട്ടുകാരി എന്താ പറയുക, അവളോട് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നുള്ളത്. അത് തെറ്റായിരിക്കുമല്ലേ. അത് ഞാൻ തെറ്റാണ് ചെയ്തെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ, ശരിയാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണോ എന്ന്. ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ എനിക്ക് ഒരുപാട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാനൊരു കൊച്ചു കഥ നിങ്ങളോട് പറഞ്ഞെന്നേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.